ഞാൻ ഏരീസ് കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് ചാപ്റ്റർ 1 കണ്ടു. പുതിയ ഈ ഒരു രക്തരക്ഷസ് ചാപ്റ്റർ 1 കാണാൻ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചതാണ്. എനിക്ക് തോന്നുന്നു 1986 തോന്നുന്നു, 85-86 ഞാൻ UP സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് തളിപ്പറമ്പിൽ രക്തരക്ഷസ് നാടകം അരങ്ങേറുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ജീപ്പിൽ അനൗൺസ്മെൻറ്റ് പോകുന്ന ഒരു വാഹനം, അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ യാദൃശ്ചികമായിട്ട് എന്താണെന്ന് പറയാം, ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ അവിടെ കുറേ ആൾക്കാർ വന്ന് താമസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇടവേളകളിലൊക്കെ ആ മതിൽക്കെട്ടിൻ്റെ അടുത്ത്, ഗേറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ, ഒരുപക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും അതുപോലെ ഉള്ള ആൾക്കാർ ഇതുവരെ കണ്ടിട്ടില്ല. വലിയൊരു 7 അടി ഹൈറ്റും 6 അടി ഹൈറ്റും ഭയങ്കര ഫിഗേഴ്സുള്ള ആൾക്കാർ ഈ രക്തരക്ഷസ് നാടകത്തിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളായിരുന്നു. പിന്നീട് എല്ലാ ദിവസവും അവരവിടെ ക്യാമ്പ് ചെയ്യുന്ന എല്ലാ ദിവസവും ഇടവേളകളിലും ഉച്ചക്കുള്ള ഫ്രീ ടൈമിലൊക്കെ ഞാൻ പോകും. അവിടുത്തെ ആർട്ടിസ്റ്റുകളായിട്ട് സൗഹൃദം ഉണ്ടാക്കും. പക്ഷേ ഒരു പ്രായപൂർത്തിയായ കുട്ടികൾക്ക് മാത്രമേ ഇക്കാലത്തും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, ഈ നാടകം കാണുവാനുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ എന്നെ ഈ നാടകത്തോടുള്ള അടങ്ങാത്ത വല്ലാത്തൊരാഗ്രഹം അന്ന് തൊട്ടേ ഉണ്ട്. എന്നെ നാടകം കാണിച്ചില്ല, അതിലെ ആർട്ടിസ്റ്റുകൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ഗ്രീൻ റൂമിൽ ഇരുത്തി അവരുടെ ഒരുക്കങ്ങളൊക്കെ എന്നെ കാണിക്കുകയുണ്ടായി. ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അന്നൊക്കെ ഈ ഇരുമ്പ് കസേരൻ്റെ അടിയിലൊക്കെയാണ് ഈ സ്പീക്കറൊക്കെ വെച്ചിട്ട് അന്ന് തന്നെ ഈ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഈ നാടക അവതരണം നടന്നത്. കലാനിലയം എന്ന് പറയുന്നത് മലയാള നാടക ചരിത്രത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മഹാചരിത്രം രചിച്ച ഒരു നാടക സംഘമാണ് കലാനിലയം. കാരണം വർഷങ്ങൾക്ക് മുമ്പേ സ്ഥിരം നാടകവേദി എന്ന് പറയുന്ന ഒരു വലിയൊരു ആശയം കലാനിലയം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ രൂപപ്പെടുത്തി. നമ്മൾ ആലോചിച്ച് നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥിരം നാടകവേദി, ടിക്കറ്റ് എടുത്തിട്ട് നാടകം കാണുക എന്ന് പറയുന്ന ആ പ്രായോഗികത നടപ്പിലാക്കിയ ഒരു വലിയ മനുഷ്യനാണ് കലാനിലയം കൃഷ്ണൻ നായർ. ഇപ്പോഴും കലാനിലയത്തിന് ശേഷം പിന്നീട് ഒരുപാട് ജനകീയ നാടക പ്രസ്ഥാനങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ ഒക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടായെങ്കിലും ഒരു സ്ഥിരം നാടകവേദി നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു 2003 വീണ്ടും കലാനിലയം പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഇതേ എറണാകുളത്ത് വെച്ചിട്ട് ആ നാടകം കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാനും കലാനിലയത്തിൽ അഭിനയിക്കുവാൻ വേണ്ടി അവസരം ചോദിച്ച് പോയതായിരുന്നു. പക്ഷേ ആ സമയത്തുള്ള കുറച്ച് തിരക്കുകൾ കാരണം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ വീണ്ടും 2025 ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് അതിമനോഹരമായ തിയേറ്റർ സങ്കല്പം, AC തിയേറ്റർ അടക്കം വെച്ചുകൊണ്ട് ഞാൻ 2003 കണ്ടതിനേക്കാളും